ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗായാലോ വിചാരിച്ചു. വേറൊന്നുമല്ല, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ വിചാരിച്ചു. ഞാൻ രാവിലെ കെട്ടുമ്പാണ്ടൊക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം മലപ്പുറം പോവാണ്. അപ്പോൾ ശ്യാം ഓഫീസിൽ പോയി. അപ്പോൾ ശ്യാമിന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ 5:20 ട്രെയിനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് പോകാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നു. പണി ചെയ്യാണ്. അപ്പോൾ ഇന്ന് ദിയം വർക്ക് ഫ്രം ഹോം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ദിയയും കൂടെ ഒരുമിച്ചാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായാലോ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാം. ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ചൂടൊക്കെ വന്നിട്ടുണ്ട്. ചൂട് മീൻസ് വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെയിൽ വന്നപ്പോൾ അപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സ്വാഭാവികം. അപ്പോൾ വെയിൽ പോവും വരും, വെയിൽ പോവും വരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ദിയ, പണിയെടുക്കാണ്. കുളിച്ചിട്ടില്ല. ഓ, ഞാനും കുളിച്ചിട്ടില്ല. പക്ഷെ തന്നെ കണ്ടാക്കറിയില്ല, എന്നെ കണ്ടാക്കറിയും. പിന്നെ ആര് നോക്കാനാ താൻ കുളിച്ചല്ലോ എന്നൊക്കെ. എനിക്ക് ഫാൻസ് ഉണ്ട് CC. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ബുക്ക് ഇരിക്കുന്നുണ്ടായിട്ടോ. ആ ബുക്ക് ഇങ്ങനെ വായിച്ചാണ് അതിൻ്റെ ഇടയിൽ. ദിയ നല്ല ബുക്ക് വായിക്കും. എനിക്ക് ആ ശീലമില്ല. ദിയ നല്ലപോലെ ബുക്ക് വായിക്കും. ഇംഗ്ലീഷും മലയാളവും നല്ലതുപോലെ വായിക്കും. ദിയ എന്നെ ഈ ട്രാക്കിലേക്ക് എത്തിക്കാൻ നോക്കിയതാണ് ലോക്ക്ഡൗൺ സമയത്ത്. പക്ഷേ നടന്നില്ല. ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വായിക്കുമായിരുന്നു, 2 പേജൊക്കെ വെച്ച് വായിക്കുമായിരുന്നു. പിന്നെ ആ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോകാൻ തുടങ്ങിയ സമയത്ത് പിന്നെ അത് നിർത്തിയതാട്ടോ. പിന്നെ കൂട്ടത്തിൽ എല്ലാവരും തന്നെ ബുക്ക് വായിക്കും. ശ്യാമു വായിക്കും, ദിയ വായിക്കും, വിദ്യ വായിക്കും, അനു വായിക്കും, ആശി വായിക്കും, ദീപാൻറ്റി വരെയും വായിക്കും. ഞാൻ മാത്രം വായിക്കില്ല. എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. എനിക്കിഷ്ടം വീഡിയോ എടുക്കാൻ, എഡിറ്റ് ചെയ്യുക. വലിയ എഡിറ്ററൊന്നും അല്ല കേട്ടോ. എന്നാലും പ്രാർത്ഥിച്ചിട്ടൊക്കെ പണി തുടങ്ങണ്. ഈ യൂസർ സ്റ്റോറി പെട്ടെന്ന് തീർക്കാൻ പറ്റണേ ദൈവമേ എന്നൊക്കെ ആദ്യമായിട്ട് കാണാം. എന്തിനാ പ്രാർത്ഥിച്ചേ? ഈ സാധനം പറഞ്ഞിട്ട് ഓടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓടിക്കണത് ശരിയായാലേ ഇന്നത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇരിക്കണ്ടേ, പ്രാർത്ഥിച്ചൊക്കെ പോകും. അങ്ങനെ അപ്പം തന്നെ രഞ്ജു വിളിച്ചിട്ടോ, ഒന്ന് പുറത്ത് വന്നേന്ന്. രഞ്ജുവിന് ഇറച്ചിച്ചോറ് കഴിക്കണം. അപ്പം അത് പോകാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങ് പോയില്ല. ഈ വെയിൽ മഴ മട്ടാഞ്ചേരി വരെ പോണായിരുന്നു. അപ്പം ഞാൻ പോയില്ല. രഞ്ജുവിന് ബോറടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇന്നിങ്ങനെ വിളിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൽദോസും ഉണ്ട് കേട്ടോ. എൽദോസിന് ഇന്ന് ഓൺലൈൻ ക്ലാസ്സാണ്. മഴ കാരണം അവധി പ്രഖ്യാപിച്ചതാണ് കളക്ടർ. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ചൂടുമാണ്. അതാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ച അന്ന് തന്നെ അലക്കിക്കൊള്ളാം. നല്ല വെയിലാവും അല്ലേ? സത്യവാ. കളക്ടർ അവധി എന്ന് പ്രഖ്യാപിച്ച അന്ന് രാത്രി വാഷിംഗ് മെഷീനിൽ ഇട്ടു, വെളുപ്പിനെ കൊണ്ടിടാം. അപ്പോൾ ഉണങ്ങി കിട്ടും ഒരു 10-11 മണിയാകുമ്പോൾ. ഇന്നിവിടെ വെയിലാ. മടിയന്മാരൊക്കെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബെഡിൽ കിടക്കുക അല്ലേ? എഴുന്നേറ്റ് പോകുമ്പോൾ പല്ല് വെച്ചോ? അവിടെയുണ്ട്, കാണിച്ചു തരാം. അവൻ എഴുന്നേറ്റിട്ട് കാണിച്ചു തരാം. ഇപ്പം അങ്ങോട്ട് പോയാൽ എന്നെ ചീത്ത അറിയും. 2 പേരും കുളിച്ചിട്ടില്ല. ഞങ്ങൾ 2 പേരും തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ കറ്റാർവാഴ പറിക്കാൻ വേണ്ടി മേളിൽ പോവാണ്. അപ്പോൾ ബയോ കാണിച്ചു തരാം. ദിയയുടെ ഗാർഡൻ കണ്ടോ? ഇത് രസമല്ലേ? ദിയ പക്ഷെ ഇതൊന്നും നോക്കൂല. ബിനോയങ്ങളെല്ലാം ചെയ്യണേ. ഞാനായിരുന്നെങ്കിൽ നോക്കിയേനെ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ദിയക്ക് ഞാൻ ഒരു ദിവസം പണി കൊടുത്തു. ദിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനച്ചൂടേന്ന് പറഞ്ഞു. അപ്പോൾ ബിനോയങ്ങൾ പറഞ്ഞു ചെല്ല് രേവതി ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു 15 മിനിറ്റിൽ കഴിയുമെന്ന്. എവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കൽ കഴിഞ്ഞില്ല. ഞാൻ നൈസായിട്ട് മുങ്ങി. ഓറഞ്ച് കൊറേ ഉണ്ടല്ലോ. ബുഷ് ഓറഞ്ച്. അത് ആ പഴുത്തല്ല ഇങ്ങനെ പൊട്ടിച്ചോ. അതുകൊണ്ട് അതിന്റെ ഇടയിലൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. അതിപ്പോ വീണാന്ന് തോന്നുന്നു. ഓ, കൊറേ പഴുത്ത് വീണ് പോയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതൊക്കെ പറിക്കാമോ? അതായിട്ടുണ്ടേ പറിച്ചോ. അതൊക്കെ ഇപ്പൊ വെള്ളം പിഴിയാനായിരിക്കും കൊള്ളുള്ളൂ. ഞെക്കി നോക്കിയൊന്ന് പതുക്കെ. എടുത്തോ. അപ്പുറത്ത് മറ്റേ ഇതുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അത് താഴെ ഒരെണ്ണം കിടക്കുന്നുണ്ടോ? അതുകൊണ്ട് എടുത്തോ.
നോക്കി ഇത്രയും ഉണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ പറിക്കാന്. അത്ര എടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ചായ ഇടാം, അത് വെച്ച് ലെമൺ ടീ പോലെ ഇടും, അതിട്ടിട്ട്. അപ്പൊ ചെറിയൊരു ഓറഞ്ചിന്റെ ഫ്ലേവർ വരും, നല്ല ടേസ്റ്റാ. നമ്മളെന്ത് പറിക്കാനാ വന്ന കറ്റാർവാഴ. പേരക്ക ഉണ്ടാവുന്നുണ്ട് ഇവിടെ. ഇത് എന്ത് കളർ പേരക്ക? അത് പണ്ട് ദിയയുടെ വീട്ടില് വയലറ്റ് കളർ പേരക്ക ഉണ്ടായത് ഓർമ്മയുണ്ടോ? അത് ഇവിടെ അല്ലേ, തറവാട്ടിലല്ലേ? പണ്ട്. എന്നിട്ട് നമ്മള് കെട്ടി വെച്ചേക്കണായിരുന്നു. അത് കുറച്ച് വെട്ടി കളഞ്ഞില്ലേ? വെട്ടി കളഞ്ഞ്. അത് ഇവിടെയൊക്കെ ഉണ്ട്, ഇതൊന്ന് പിടിക്ക്. നല്ലോണം പാകമായത് എടുത്താൽ മതി. അത് രണ്ടും എടുത്തു. ഇത് വേണ്ടേ? അതത്ര ആയിട്ടില്ലടോ. അതിൽ അതിങ്ങ ഇവിടെ വെച്ചു. നിന്നാണ് നമ്മൾ പറിക്കാൻ പോകുന്നത്. ഇതിനകത്തുനിന്ന് ഒരു ഇത് മതിയാവും തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും. ഇത് കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം, കട്ട് ചെയ്തിട്ട്. ഫ്രീസ് ചെയ്യണം എന്തിനാ? പിന്നെ ഉപയോഗിക്കാം. ഇതർ ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാൻ പറഞ്ഞില്ലേ, തുണി അലക്കിയെങ്കിൽ നല്ല പോലെ ഉണങ്ങും. നല്ല വെയിലാണ്. കളക്ടർ എന്ന് അവധി പ്രഖ്യാപിക്കണോ അന്ന് ഇവിടെ വെയിലായിരിക്കും. അപ്പോൾ ഇനി സൂക്ഷിച്ചോളാം. ഇനി കളക്ടർ അവധി പ്രഖ്യാപിക്കണം അന്ന് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് രാവിലെ കൊണ്ടുവരുന്നത്. നല്ല വെയിലുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. കുറെ ദിവസം മഴ പെയ്തിട്ട് പെട്ടെന്ന്. പക്ഷെ പിള്ളേർക്ക് പൊതച്ചുകൂടി കിടക്കാനുള്ള ഒരു അവധി കളക്ടർ പ്രഖ്യാപിച്ചു, മഴ കാരണം. പിന്നെ ടീ ഉണ്ടാക്കാൻ പോവാട്ടോ. ദിയാണ് ഓറഞ്ച് ടീ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കറിയില്ല റെസിപ്പി. നമ്മൾ വെള്ളം ഒഴിച്ചു. എത്ര ഗ്ലാസ്? കുറച്ചധികം ഉണ്ടാക്കി വെക്കാനാ? ഉണ്ടാക്കി വെച്ചാലും ഇതിലേക്ക് എത്ര? 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനധികം പഞ്ചസാര വേണ്ട അനുസരിച്ച്. 3 സ്പൂൺ മതിയോ? ഇവിടെ പൊതുവെ മധുരം കുറവാണ്. എനിക്കും മധുരം കുറവാട്ടോ. കഴിക്കോ? കഴിക്കില്ല, പുളിപ്പ് കൂടുതലായിരിക്കും. തേയിലയും കൂടി ഇട്ടോ. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടാ പിഴിഞ്ഞൊഴിക്കുക. 5 ചേട്ടായിനെ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തു. 2 ഓറഞ്ച് ചേട്ടായിമാരെ എടുക്കണേ. 2 മതി. കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ, പക്ഷെ ഭയങ്കര പുളിയായിരിക്കും. ചോറ് തിന്നുന്ന സമയത്താണ് ചായ കുടിക്കണേ. അറിയില്ല, ഇപ്പൊ ഒരു ചായ, ഈ ഓറഞ്ച് കണ്ടപ്പോ ചായ ഇടാൻ തോന്നി. അങ്ങനെ ചായ ഇടാൻ വിചാരിച്ചു. ദോശ ചേട്ടായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എൽദോസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്ന് പല്ല് വെച്ച് കുളിച്ചു. കഴിച്ചോ നീ എന്തെങ്കിലും? ഇല്ല. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓറഞ്ച് പിഴിഞ്ഞ് നമ്മൾ ചായക്ക്. ഒരു ഓറഞ്ച് മിക്കവാറും 1 ഗ്ലാസ്സിന് 1 ഓറഞ്ച് വേണ്ടി വരും. നീര് കുറവാണ്. പുളി ഉണ്ടാവൂലേ? നല്ല മധുരം ഇടണം. അപ്പോൾ നല്ലോണം പുളി ഉണ്ടെങ്കിലല്ലേ. ദിയോ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ദീപാൻ്റെ ഉണ്ടാക്കും. ഒരെണ്ണം കൂടെ വേണ്ടേ? കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാണ്. പഞ്ചസാര ഉണ്ടല്ലോ, ഓൾറെഡി ഇട്ടതല്ലേ. മധുരം പോരെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, നമുക്കിവിടെ 3 ഗ്ലാസ് മതി. എൽദോസിന് വേണ്ട. എനിക്ക്, ദിയയ്ക്ക്, ബിനോയങ്കളിന് മതി. നമ്മൾ 3 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കിയേക്കണേ. ഇത് രാത്രി കുടിക്കണം, നല്ല രസമാണ്. കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ പിന്നെ ആഡ് ചെയ്തു. തലയിൽ കറ്റാർവാഴ ഇടാൻ പോവാണ്. ആദ്യം വെളിച്ചെണ്ണ, ദീപാൻ്റെ എന്തോ വെച്ച് കാച്ചിയ വെളിച്ചെണ്ണ. അതിനകത്ത് കുറച്ച് കാസ്റ്റർ ഓയിൽ ഒഴിച്ചു. ഒന്ന് ചൂടാക്കുക. ശരിക്കും ഇങ്ങനെ ചൂടാക്കാൻ പാടില്ല, ഡബിൾ ബോയിലാണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് മടിയായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അല്ലേ? യെസ്. വേമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണയും. വെളിച്ചെണ്ണ തേക്കാൻ വന്നതാട്ടോ ഞങ്ങൾ. നല്ല മഴയുണ്ട്. പെട്ടെന്ന് വെയിൽ മാറി മഴ വന്നു. പണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായ ഒരു ടൈമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ നോക്കുക, ആരുമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് എത്താൻ ഒരു സമയം കിട്ടുന്നില്ല. എല്ലാവരും ജോലിക്കൊക്കെ കയറിയില്ലേ. അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ദിയയുടെ അടുത്ത് ഞാൻ വരുമ്പോഴത്തേക്കും വിദ്യ ഉണ്ടാവില്ല, അനു ഉണ്ടാവില്ല, ആശി ഉണ്ടാവില്ല. ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതാണ് സിറ്റുവേഷൻ. ആർക്കും ടൈം കിട്ടുന്നില്ല.
പിന്നെ ഞാനില്ലാത്ത ടൈമിൽ അവരിവിടെ ഉണ്ടാവലുണ്ട്. ഞാൻ സെക്കൻഡ് സാറ്റർഡേ മലപ്പുറം പോകുമല്ലോ, ആ ടൈമിൽ അവർക്ക് അവധിയുള്ള ദിവസങ്ങളൊക്കെ അവരിവിടെ വരാറുണ്ട് കേട്ടോ. തേച്ച് പിടിപ്പിച്ചു. 2 മണിയായി, പണിക്ക് കയറാൻ ടൈം ആയിക്കണ്. ഞങ്ങളിതൊക്കെ ലഞ്ച് ബ്രേക്കിനാണ് ചെയ്തത്. ചായയും ചോറ് കഴിക്കുന്ന സമയത്ത് ചായയും ഉണ്ണിയപ്പമാണ് കഴിച്ചത്. തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. ഇനി പണി തുടങ്ങട്ടെ. എനിക്കാണെങ്കിൽ ഇന്ന് 5 മണിക്ക് പോകണമല്ലോ, അപ്പോൾ അതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ചോറും മീൻ പൊരിച്ചതും മീൻ കറിയായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ മീൻചാറൊന്നും കൂട്ടില്ലായിരുന്നു, ഇപ്പം ഞാൻ മീൻചാറൊക്കെ കൂട്ടി തുടങ്ങി. ഇപ്പം ഞാൻ തന്നെ വെക്കണതാണല്ലോ ഞാൻ കഴിക്കണത്, അപ്പോൾ ഒരു ടേസ്റ്റ് മാറുമല്ലോ. അപ്പോൾ അവിടെ പോയി അതൊക്കെ ഇപ്പം കഴിക്കും. ഞാൻ 2 ചാള എടുത്തു, രഞ്ജുവിന് 1 ചാളയും കൊടുത്തു കേട്ടോ. അപ്പോൾ രഞ്ജു എന്നോട് ചോദിക്കാം, എനിക്ക് 1 ചാളയേ ഉള്ളൂ. പണ്ടായിരുന്നെങ്കിൽ ഇതിന് ഒരു അടി ഉണ്ടായേനെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടിയേ ഇല്ല. ഫുഡൊക്കെ കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയൊക്കെ ആയി നിൽക്കുകയാണ്. ശ്യാമ് വിളിക്കുമ്പോൾ വടക്കേക്കോട്ടയിലേക്ക് പോകും. അപ്പം രഞ്ജു തന്നെ വടക്കേക്കോട്ടയിലാക്കും. ശ്യാമ് അതുവഴി വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കുളി കഴിഞ്ഞപ്പോൾ ഒരു സുഖം കേട്ടോ. ഒരു നല്ല തണുത്ത വെള്ളം, ഒരു വെയിൽ വന്ന് പിന്നെ ഒരു നല്ല മഴ പെയ്ത് പിന്നെ ഇപ്പോൾ ഒന്ന് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര വെയിലില്ല, രാവിലത്തെ അത്ര വെയിലില്ല, ഒരു ചൂടുണ്ട്. ഞാൻ ദിയാനോട് പോവാന്ന് യാത്ര പറയാനായിട്ട് പോയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു, ഞാൻ ഫുഡ് കഴിച്ചില്ല, താൻ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു എനിക്ക് വിശക്കുണ്ട് പക്ഷെ നല്ല പണിയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല വാ കുറച്ച് നേരം അല്ലേ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അടുത്തുള്ള ചായക്കടയിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്താണ്. നിങ്ങൾ എൻ്റെ ഹെയർ കണ്ടോ, അത് സ്ട്രെയിറ്റ് ചെയ്തതും ചുരുണ്ട മുടിയായതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞ് ഇന്ന് ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുളി കഴിഞ്ഞ് അപ്പോഴും കുഴപ്പമില്ല, പിന്നെ കുളി കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കെട്ടി വെക്കുമ്പോൾ വലിയ വൃത്തികേട് അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ അവിടെ പോയി 2 ചായ 2 പപ്സും പറഞ്ഞു. ഒരു പപ്സിൻ്റെ ഒരു ആവശ്യം ഉണ്ടായില്ല എനിക്ക്. ഞാനൊരു പപ്സ് പറഞ്ഞു വെറുതെ കടിച്ച് അവിടെ വെച്ചു. ഇത് എരൂരുള്ള ഓൾഡ് ടൗൺ ആട്ടോ. ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷന് കേക്ക് കട്ട് ചെയ്യാറൊക്കെയുണ്ട് കേട്ടോ, ഞങ്ങൾ ആരുടെയെങ്കിലൊക്കെ ബർത്ത്ഡേക്ക് പോവാണ്. ഗായ്സ് നാട്ടിൽ പോവാണ്. ശ്യാം വന്നിരിക്കുന്നു, ശ്യാം ലാൻഡ് ചെയ്തു. ചാടിച്ചോ? 5:30 കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിനാണ് പോണത്. അവിടെ നിന്ന് 7:45 നിലമ്പൂരിലേക്ക് ട്രെയിൻ ഉണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോട്ടെ, ബൈ, എത്തിയിട്ട് കാണാം. 5 മണി ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പറയാൻ വയ്യായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. സാധാരണ ഞങ്ങൾ കോട്ടയം ടു നിലമ്പൂർ എക്സ്പ്രസ്സിന് പോകണോണ്ട് ഇത്ര തിരക്കൊന്നും കാണാറില്ല, പക്ഷേ ഈ ഒരു ടൈമിൽ പോയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു, 2 പേര്. ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കും നിലമ്പൂർ വണ്ടിക്ക് കയറാൻ വേണ്ടി അതിനും വലിയ തിരക്ക്. എല്ലാവരും ഓടുമായിരുന്നു. ഞങ്ങൾ പതുക്കെ നടന്നാട്ടോ വന്നത്, പോയി കഴിഞ്ഞ് ബസ്സിന് പോവാന്ന് പറഞ്ഞിട്ട്. ഇവരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഷൊർണൂർ എത്തിയത് അറിഞ്ഞില്ല, ഷൊർണൂരിൽ നിന്ന് വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. അമ്മാതിരി കളിയും ചിരിയായിരുന്നു. 9:30 എത്തേണ്ട ട്രെയിൻ എത്തിയപ്പോൾ 10:20 ആയിട്ടുണ്ടായി. അങ്ങാടിപ്പുറം പിടിച്ചിട്ടേക്കായിരുന്നു, റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.